Hi everyone. Next ഒരു ലെമ്മയാണ്. If V is a vector space over the field F, then ഒന്നാമത്തത് C into 0 equal to 0 for C belongs to F and 0 belongs to V. രണ്ടാമത്തത് 0 into alpha is equal to 0 for 0 belongs to F and alpha belongs to V. മൂന്നാമത്തത് -1 into alpha is equal to minus alpha for 1 belongs to F and alpha belongs to V. And the fourth one, if C not equal to 0, then C alpha equal to 0 implies alpha is equal to 0. Okay. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? C into 0 equal to 0. ഈ 0 എവിടുത്തെ 0 ആണ്? നമ്മൾ സ്കലാർ മൾട്ടിപ്ലിക്കേഷന് സി ആൽഫ എടുത്തില്ലായിരുന്നു. ആ ആൽഫ എടുത്തിരുന്നു വിയിലാണ് അല്ലേ? അപ്പോൾ ഈ 0 എന്നത് വിയിലെ ഒരു എലമെൻ്റാണ്. ഇത് എവിടെയുള്ള തന്നെയാണ്? വിയിലുള്ളതാണ് കേട്ടോ. ഇനി 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0. ഈ ഫസ്റ്റ് 0 എവിടെ ഉള്ളതാണ്? ഫീൽഡിലുള്ളതാണ്. സെക്കൻഡ് 0 എവിടെ ഉള്ളതാണ്? വിയിലുള്ളതാണ്. ഓക്കെ. ഇനി -1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു മൈനസ് ആൽഫ. അപ്പോൾ ഫസ്റ്റ് സി ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂഫ് സി ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പം സി ഇൻറ്റു 0 എന്ന് തുടങ്ങാം. സി ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു 0 ഈക്വൽ ടു സി ഇൻറ്റു 0നെ ഞാൻ 0 പ്ലസ് 0 എന്ന് എഴുതി. കാരണം 0 പ്ലസ് 0 അഗെയിൻ എന്ത് തന്നെയാണ്? 0 ആണ്. നമ്മൾ സി ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ ഇല്ലേ, അതായത് സി ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സി ആൽഫ പ്ലസ് സി ബീറ്റയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താലോ സി ഇൻറ്റു 0 പ്ലസ് സി ഇൻറ്റു 0 എന്ന് കിട്ടും. സോ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? സി ഇൻറ്റു 0 എന്ന് തുടങ്ങി. നമുക്ക് എന്ത് വന്നു? സി ഇൻറ്റു 0 പ്ലസ് സി ഇൻറ്റു 0. രണ്ട് സൈഡിൽ ഞാൻ നെഗറ്റീവ് ഇൻറ്റു സി ഇൻറ്റു 0 ആഡ് ചെയ്തു. അപ്പോൾ നെഗറ്റീവോ സി ഇൻറ്റു 0 ആഡ് ചെയ്തു രണ്ട് സൈഡിലും. അപ്പോൾ സി ഇൻറ്റു നെഗറ്റീവ് സി ഇൻറ്റു 0 പ്ലസ്, ഇനി ഇതാണ് നമ്മൾ എഴുതുക. അപ്പോൾ സി ഇൻറ്റു 0 പ്ലസ് സി ഇൻറ്റു 0. ഓക്കെ. ഈ മൈനസും പ്ലസും കൂടി എന്താവും? 0. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നമുക്ക് അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. അപ്പം മൈനസ് സി ഇൻറ്റു 0 പ്ലസ് സി ഇൻറ്റു 0 പ്ലസ് സി ഇൻറ്റു 0. അതായത് ഇതും ആദ്യം ആഡ് ചെയ്തു, പിന്നെ അതിനോട് കൂടെ സി ഇൻറ്റു 0 ആഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ബ്രാക്കറ്റുള്ളത് വീണ്ടും എന്തായി? 0 ആയി. അപ്പോൾ 0 ഈക്വൽ ടു 0 പ്ലസ് സി ഇൻറ്റു 0. 0 എന്നത് 0 വെക്ടറാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ എഴുതാം? സി ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം സി ഇൻറ്റു 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു 0 ആണ്. സോ സി ഇൻറ്റു 0 ഈക്വൽ ടു 0. നൗ രണ്ടാമത്തെ നോക്കൂ. സി ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0. അപ്പോൾ 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 0 ഇൻറ്റു ആൽഫയിൽ നിന്ന് തുടങ്ങി. 0നെ ഞാൻ 0 പ്ലസ് 0 എന്ന് എഴുതി ഇൻറ്റു ആൽഫ. നമുക്ക് C1 പ്ലസ് C2 ആൽഫ ഈക്വൽ ടു എന്തുണ്ടായിരുന്നു? C1 ആൽഫ പ്ലസ് C2 ആൽഫ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം 0 ഇൻറ്റു ആൽഫ പ്ലസ് 0 ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു? ദാറ്റ് ഈസ് 0 ഇൻറ്റു ആൽഫ ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ആൽഫ പ്ലസ് 0 ഇൻറ്റു ആൽഫ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു -0 ഇൻറ്റു ആൽഫ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം.
അപ്പോൾ എന്ത് വരും മൈനസ് 0 ഇൻറ്റു ആൽഫ പ്ലസ് 0 ഇൻറ്റു ആൽഫ പ്ലസ് 0 ഇൻറ്റു ആൽഫ. നേരത്തെ അതേപോലെ തന്നെ അസോസിയേറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 0 ഈക്വൽ ടു 0 പ്ലസ് 0 ഇൻറ്റു ആൽഫ എന്ന് വരും. അതായത് 0 ഈക്വൽ ടു 0 പ്ലസ് 0 ഇൻറ്റു ആൽഫ എന്നാൽ 0 ഇൻറ്റു ആൽഫ. ദാറ്റ് മീൻസ് 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റ് 0 എന്നത് ഫീൽഡിലെ എലമെൻ്റ് ആണ്. ഈ 0 എന്നത് ഒരു വെക്റ്ററാണ്. കാരണം സി ആൽഫ എന്നത് വീലാണല്ലോ ഉണ്ടാവാം. അപ്പം ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0. ഇനി മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തത് എന്താ? മൂന്നാമത്തെ നമുക്ക് വേണ്ടത് -1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു മൈനസ് ആൽഫ എന്നാണ്. 1 ബിലോങ്സ് ടു എഫ് ആൻഡ് ആൽഫ ബിലോങ്സ് ടു വി ആണ്. മൂന്നാമത്തെ -1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു മൈനസ് ആൽഫ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ 0 എന്ന് തുടങ്ങി. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 പ്ലസ് -1 എഴുതിക്കൂടെ? കാരണം 1 ഒന്ന് -1 കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ആൽഫ. ഓക്കെ, അപ്പോൾ 1 പ്ലസ് -1 ഇൻറ്റു ആൽഫ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഇനി ഇത് നോക്കൂ, ഈ പ്രോപ്പർട്ടി, അതായത് C1 ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടി നോക്കൂ, ഇതുണ്ടായിരുന്നില്ലായിരുന്നു. C1 പ്ലസ് C2 ആൽഫ എന്തായിരുന്നു? C1 ആൽഫ പ്ലസ് C2 ആൽഫ. അപ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 ഇൻറ്റു ആൽഫ പ്ലസ് -1 ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. അതായത് 0 ഈക്വൽ ടു 1 ഇൻറ്റു ആൽഫ പ്ലസ് -1 ഇൻറ്റു ആൽഫ എന്ന് കിട്ടി. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ഞാൻ രണ്ട് സൈഡിലും മൈനസ് ആൽഫ ആഡ് ചെയ്തു. അപ്പോൾ മൈനസ് ആൽഫ പ്ലസ് 0 ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ പ്ലസ് നമ്മൾ ഇതിലെന്തായിരുന്നു? ആൽഫ പ്ലസ് -1 ഇൻറ്റു ആൽഫ. ഈ മൈനസ് ആൽഫ പ്ലസ് 0 എന്താവും? 0 ആണ്. ഇനി ഇവിടെ നമ്മൾ അസോസിയേറ്റീവ് ഉപയോഗിക്കാം. അസോസിയേറ്റീവ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാം? മൈനസ് ആൽഫ പ്ലസ് -1 ഇൻറ്റു ആൽഫ എന്ന് വരും. നോക്കൂ, മൈനസ് ആൽഫ പ്ലസ് ആൽഫ എന്താ? 0 ആണ്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഇപ്പുറത്തോ -1 ഇൻറ്റു ആൽഫ. അപ്പോൾ -1 ഇൻറ്റു ആൽഫ. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു എന്ത് വന്നു? -0 എന്നല്ലല്ലോ അല്ലേ? മൈനസ് ആൽഫ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക? മൈനസ് ആൽഫ അല്ലടാ, മൈനസ് ആൽഫ. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് വരുന്നു? മൈനസ് ആൽഫ. അപ്പോൾ -1 ഇൻറ്റു ആൽഫ. മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു ആൽഫ. ഇനി ലാസ്റ്റ് വൺ, if C not equal to 0 then C alpha equal to 0 implies alpha equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? C not equal to 0 എന്ന് തന്നിട്ടുണ്ട്. നാലാമത്തെ നമുക്ക് എന്താ തന്നത്? C not equal to 0. C not equal to 0 ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? C ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ഉണ്ടല്ലോ. ഇനി C ആൽഫ ഈക്വൽ ടു 0 എന്ന് നമ്മൾ തുടങ്ങണം. അപ്പോൾ C ആൽഫ ഈക്വൽ ടു 0 ഇംപ്ലൈസ് C ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. C ഇൻവേഴ്സ് C ആൽഫ ഈക്വൽ ടു C ഇൻവേഴ്സ് 0 എന്നല്ലേ വരാം? അത് 0 എന്നല്ലേ? ദാറ്റ് ഈസ് ഇംപ്ലൈസ് C ഇൻവേഴ്സ് C ആൽഫ ഈക്വൽ ടു 0. സിയും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരാം? 1 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് മീൻസ് ആൽഫ ഈക്വൽ ടു 0. അതായത് C ആൽഫ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു 0. എപ്പോൾ? C നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, താങ്ക് യു.